രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ കേരളം കത്തുമ്പോൾ കേരളം ഇന്നോളം കണ്ട രാഷ്ട്രീയ പീഡന പരമ്പരകളുടെ കഥകളും ഇതിൽ ആരോപണ വിധേയരായവരുടെ ഇന്നത്തെ ജീവിതവും ഇരയുടെ നീതിയുമെല്ലാം ഒരിക്കൽ കൂടി നാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. കേരള ചരിത്രത്തിൽ ഉടനീളം നോക്കിയാൽ പി.ടി. ചാക്കോ എന്ന അതികായനല്ലാതെ ലൈംഗിക അപവാദത്തിന്റെ പേരിൽ ആർക്കും തന്നെ ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. ഒരു രാഷ്ട്രീയ നേതാവും ഇന്നുവരേക്കും ലൈംഗിക അപവാദത്തിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുമില്ല. കോളിളക്കം സൃഷ്ടിച്ച പല കേസുകളും കോടതിയിൽ ആവിയായി പോകുകയാണ് പതിവ്. ആരോപിതനായ നേതാവാകട്ടെ അല്പകാലങ്ങൾക്ക് ശേഷം വീണ്ടും തിരിച്ചു വരികയും ചെയ്യും. സ്ത്രീകളോടുള്ള പെരുമാറ്റ ദൂഷ്യത്തിന്റെ പേരിലോ സ്ത്രീ ബന്ധങ്ങളുടെ പേരിലുള്ള ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലോ രാജിവെക്കേണ്ടി വന്നിട്ടുള്ളത് 5 മന്ത്രിമാർക്ക് മാത്രമാണ്. പി.ടി. ചാക്കോ, എ. നീലലോഹിതദാസൻ നാടാർ, പി.കെ. കുഞ്ഞാലിക്കുട്ടി, കെ.ബി. ഗണേഷ് കുമാർ, എ.കെ. ശശീന്ദ്രൻ എന്നിവരാണ് ഈ 5 പേർ. ഇതിൽ ചാക്കോ ഒഴിച്ചുള്ളവരൊക്കെയും തന്നെ തിരിച്ചു വന്നതായാണ് രാഷ്ട്രീയ കേരളത്തിന്റെ ചരിത്രം. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ 40 ദിവസങ്ങൾ കൊണ്ട് 37 പേർ ചേർന്ന് 67 തവണ പീഡിപ്പിക്കുക, അവയിൽ 50ഓളം പ്രാവശ്യം നടന്നത് കൂട്ടബലാത്സംഗം. 3090 കിലോമീറ്റർ ദൂരം പെൺകുട്ടിയുമായി സഞ്ചരിച്ചാണ് വിവിധ ഹോട്ടലുകളിലും ഗസ്റ്റ് ഹൗസിലും മുറിയെടുത്ത് ഉന്നതർക്ക് ഈ കുഞ്ഞിനെ കാഴ്ചവെച്ചത്. പീഡനങ്ങളെക്കുറിച്ചുള്ള സൂര്യനെല്ലി പെൺകുട്ടിയുടെ മൊഴി 590 താളുകളുണ്ടായിരുന്നു. അത് വായിച്ചാൽ മനസാക്ഷിയുള്ളവരുടെ തല കറങ്ങും. 1996ലാണ് സൂര്യനെല്ലി കേസ് ഉയർന്നു വന്നത്. അതിൽ നിരവധി രാഷ്ട്രീയക്കാരും ഉൾപ്പെട്ടു. കോൺഗ്രസ് നേതാവായ പ്രൊഫസർ പി.ജെ. കുര്യന്റെ പേരിലും ആരോപണം വന്നു. വിവാദത്തിന്റെ ആദ്യകാലത്ത് കുര്യൻ ഈ ചിത്രത്തിലുണ്ടായിരുന്നില്ല. എന്നാൽ പീഡകരിൽ നിന്നെല്ലാം മോചിപ്പിക്കപ്പെട്ട് വീട്ടിൽ തിരിച്ചെത്തിയ ഈ കുട്ടി കേരള ശബ്ദ മാസികയിൽ വന്ന ഒരു ചിത്രം കണ്ട് ബാജി എന്ന് അലറി വിളിക്കുകയായിരുന്നുവെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. അത് പി.ജെ. കുര്യന്റെ ചിത്രമായിരുന്നു. അങ്ങനെ കുര്യന്റെ പേരും ഈ കേസിലേക്ക് വന്നു. അന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിയായതിനാൽ തന്നെ ഇത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദമായി മാറി. സൂര്യനെല്ലി കേസിൽ കുര്യൻ അനുകൂലമായി മൊഴി മാറ്റി പറയാനായി അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് സമ്മർദ്ദമുണ്ടായി എന്ന് പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്. സാങ്കേതികത്വം പറഞ്ഞും കുര്യനെ പോലെയുള്ള ഉന്നതനെ കേസിൽ ഉൾപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് പറഞ്ഞും മൊഴി മാറ്റാൻ സമ്മർദ്ദമുണ്ടായി എന്ന് ചാനൽ അഭിമുഖത്തിൽ പെൺകുട്ടി വെളിപ്പെടുത്തി. രക്ഷിക്കണമെന്ന് കരഞ്ഞപേക്ഷിച്ചിട്ടും കുര്യൻ ഉപദ്രവിക്കുകയായിരുന്നുവെന്നും പെൺകുട്ടി പറഞ്ഞിരുന്നു. ശാരീരിക പ്രത്യേകതകളും ശരീരത്തിലെ മറുകടക്കമുള്ള അടയാളങ്ങളും പെൺകുട്ടി തന്റെ മൊഴിയിൽ നൽകിയിരുന്നു. പി.ജെ. കുര്യനെതിരെ പെൺകുട്ടിയുടെ മാതാവ് അന്നത്തെ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്കും ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കും അഹമ്മദ് പട്ടേലിനും കത്തയച്ചിരുന്നു. പക്ഷേ ഒരു കാര്യവും ഉണ്ടായില്ല. തെളിവുകളുടെ അഭാവത്തിൽ കുര്യനെ കോടതി കുറ്റവിമുക്തനാക്കി. 2013 രാജ്യസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായ പി.ജെ. കുര്യനെ പ്രതിയാക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് പെൺകുട്ടി അയച്ച കത്തും പുറത്തു വന്നു. സൂര്യനെല്ലി കേസ് വിവാദം കത്തി നിൽക്കുമ്പോഴാണ് കോഴിക്കോട് ഐസ്ക്രീം പെൺവാണിഭ കേസ് ഉയർന്നു വരുന്നത്. ഈ കേസിൽ പെടുന്നത് കേരളത്തിന്റെ വ്യവസായ മന്ത്രിയും ലീഗ് നേതാവുമായ പി.കെ. കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. 3 തവണ ഈ കേസ് പൊന്തി വന്നു. 1997ലാണ് കോഴിക്കോട് ബീച്ചിലുള്ള ഒരു ഐസ്ക്രീം പാർലർ കേന്ദ്രീകരിച്ചുകൊണ്ട് പെൺവാണിഭം നടക്കുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. അജിത നേതൃത്വം കൊടുക്കുന്ന അന്വേഷി എന്ന NGO സംഘടനയാണ് കേസിലെ ആദ്യ പരാതി നൽകിയത്. അതിലാണ് കുഞ്ഞാലിക്കുട്ടിയും കോഴിക്കോട്ടെ പ്രമുഖ CPM നേതാവായ TP ദാസനും അടക്കമുള്ളവർ ആരോപണ വിധേയരാകുന്നത്. അന്ന് നായനാറായിരുന്നു മുഖ്യമന്ത്രി. പക്ഷേ അന്വേഷണം ശരിയായ ദിശയിൽ നടന്നില്ല എന്ന് അജിത ഇന്നും ആരോപിക്കുന്നു. 2ാമത്തെ തവണ ഈ കേസിലെ പീഡനത്തിനിരയായി റെജീന എന്ന പെൺകുട്ടി നേരിട്ട് വന്ന് ചാനലുകളിൽ കുഞ്ഞാലിക്കുട്ടി പീഡിപ്പിച്ചുവെന്ന് പറഞ്ഞു. അത് നികേഷ് കുമാർ നയിക്കുന്ന ലീഗ് നേതാവ് M.K. മുനീറിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യ വിഷൻ ചാനൽ ധൈര്യപൂർവ്വം തന്നെ സംപ്രേഷണം ചെയ്തു. റെജീന പിന്നീട് ആരോപണങ്ങൾ പിൻവലിച്ചുകൊണ്ട് മലക്കം മറിഞ്ഞു. പക്ഷേ VS അടക്കമുള്ള പ്രതിപക്ഷം വെറുതെ നിന്നില്ല. തങ്ങൾക്ക് അധികാരം കിട്ടിയാൽ പെൺവാണിഭക്കാരെ കയ്യാമം വെപ്പിച്ച് റോഡിലൂടെ നടത്തിക്കുമെന്ന ക്യാമ്പയിനുമായി VS ആഞ്ഞടിച്ചു. ശക്തമായ പ്രക്ഷോഭങ്ങളുടെ ഒടുവിൽ കുഞ്ഞാലിക്കുട്ടിക്ക് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി KT ജലീലിനോട് തോൽക്കുകയും ചെയ്തു. പക്ഷേ അത് കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ച് ചെറിയൊരു ഇടവേള മാത്രമായിരുന്നു. അദ്ദേഹം വീണ്ടും ശക്തമായി തന്നെ തിരിച്ചു വന്നു. അജിതയുടെ 9 വർഷം നീണ്ട നിയമ പോരാട്ടവും വിഫലമായി. 2006ൽ സുപ്രീം കോടതി ഐസ്ക്രീം പാർലർ കേസ് തെളിവില്ല എന്ന കാരണത്താൽ തള്ളിക്കളഞ്ഞു. പക്ഷേ കേസ് വീണ്ടും പൊങ്ങി വന്നു. 2011 ജനുവരിയിൽ കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവും വ്യവസായിയുമായ റൌഫിന്റെ വെളിപ്പെടുത്തലുകളിലൂടെയാണ് വീണ്ടും ഈ കേസ് ചർച്ചയായത്. കേരള ഹൈക്കോടതിയിലെ ചില ജഡ്ജിമാർക്ക് കൈക്കൂലി കൊടുത്തുകൊണ്ടാണ് കേസിനെ തേച്ചു മാച്ചു കളയാൻ ശ്രമമുണ്ടായത് എന്ന് വ്യക്തമാക്കുന്ന ഒളിക്യാമറ ദൃശ്യങ്ങളിലൂടെ ഇന്ത്യ വിഷൻ ന്യൂസ് ചാനൽ രംഗത്ത് വന്നതും കേരളത്തെ ഏറെ ഞെട്ടിച്ചു. ഇടതും വലതും തമ്മിലുണ്ടായ ഒരു കോംപ്രമൈസിന്റെ ഭാഗമായിട്ടാണ് ഈ കേസ് അട്ടിമറിക്കപ്പെട്ടത് എന്ന് റൌഫ് തെളിവുകൾ സഹിതം ആരോപിച്ചു. അന്ന് ഓരോരുത്തർക്കും കൊടുത്ത കാശിന്റെ കണക്ക് വരെ പറഞ്ഞുകൊണ്ടായിരുന്നു റൌഫിന്റെ വാർത്താ സമ്മേളനം. ഇത് സംഭവിക്കുന്നത് VS അച്യുതാനന്ദൻ മന്ത്രിസഭയുടെ അവസാന കാലഘട്ടത്തിലാണ്. എന്നാൽ ആ വിവാദവും കെട്ടടങ്ങി.
കുഞ്ഞാലിക്കുട്ടി കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. നീലൻ മുതൽ ശശീന്ദ്രൻ വരെ കേരള രാഷ്ട്രീയത്തിലെ ലൈംഗിക അപവാദങ്ങൾ പിന്നെയും തുടർന്നു. 1996 EK നായനാർ മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായിരുന്ന നീലലോഹിതദാസൻ നാടാർക്ക് മന്ത്രിസ്ഥാനം നഷ്ടമായതും ലൈംഗികാപവാദ കേസിൽ തന്നെയാണ്. IAS ഉദ്യോഗസ്ഥയായ നളിനി നെറ്റോയുടെ പരാതിയിലാണ് നീലന്റെ മന്ത്രിസ്ഥാനം തെറിച്ചത്. ഔദ്യോഗിക കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നിയമസഭാ സമുച്ചയത്തിലെ തന്നെ മുറിയിലേക്ക് വിളിപ്പിച്ച ശേഷം അന്ന് ഗതാഗത സെക്രട്ടറിയായിരുന്ന നളിനി നെറ്റോയുടെ കൈക്ക് കയറിപ്പിടിച്ച് ലൈംഗികമായി അപമാനിക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു കേസ്. തനിക്ക് നേരിടേണ്ടി വന്ന അപമാനത്തെക്കുറിച്ചുള്ള നെറ്റോയുടെ പരാതി ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റിന് തന്നെ തുടക്കമിട്ടു. പക്ഷേ അധികം ഈ വിവാദങ്ങൾക്ക് ഇടനിൽക്കാതെ നീലൻ രാജിവെച്ചു. നീലനെതിരെ ആ സമയത്ത് തന്നെ IFS ഉദ്യോഗസ്ഥയായ പ്രകൃതി ശ്രീവാസ്തവയും പരാതി നൽകിയിരുന്നു. 2004 കോഴിക്കോട് മജിസ്ട്രേറിയൽ കോടതിയിൽ നിന്ന് നീലനെതിരെ വിധി വന്നു. എന്നാൽ പിന്നീട് 2008 ഫാസ്റ്റ് ട്രാക്ക് കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. കേരളത്തിൽ രാഷ്ട്രീയക്കാർ ഉൾപ്പെടുന്ന ഒരു ലൈംഗിക അതിക്രമത്തിനും ഇതുവരേക്കും കോടതി ശിക്ഷ കിട്ടിയിട്ടില്ല. 2006 VS അച്യുതാനന്ദൻ മന്ത്രിസഭയുടെ തുടക്കത്തിലാണ് വിമാനത്തിൽ വെച്ച് മന്ത്രി PJ ജോസഫ് സഹയാത്രക്കാരിയോട് അപമര്യാദയായി പെരുമാറിയെന്ന ആരോപണമുയർന്നത്. ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ട കിങ്ഫിഷർ വിമാനത്തിലെ യാത്രക്കാരിയായിരുന്ന ഒരു സ്ത്രീക്ക് നേരെ പിറകിലത്തെ സീറ്റിലിരുന്ന PJ ജോസഫ് ലൈംഗികാതിക്രമം നടത്തിയെന്നായിരുന്നു ആരോപണം. ആകാശ പീഡനം എന്ന പേരിൽ മാധ്യമങ്ങൾ ഈ സംഭവം അങ്ങ് കൊഴിപ്പിച്ചു. പരാതിക്കാരി യുവതിയല്ല, അമ്മൂമ്മയാണ് എന്ന് മുഖ്യമന്ത്രി VS പറഞ്ഞതും വിവാദമായി. തനിക്ക് കൈ പൊങ്ങില്ല എന്ന് കൈ ഉയർത്തിക്കൊണ്ട് തന്നെ പറഞ്ഞ PJ ജോസഫ് കേരളീയ സമൂഹത്തിന് മുന്നിൽ അപഹാസ്യനായി. പ്രതിഷേധം ശക്തമായതോടുകൂടി PJ ജോസഫ് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു. ചെന്നൈ പോലീസാണ് സംഭവം അന്വേഷിച്ചത്. തെളിവില്ലാത്തതിനാൽ കോടതി പിന്നീട് ജോസഫിനെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തു. അതിനിടയിൽ K മുരളീധരൻ KPCC പ്രസിഡന്റായിരുന്ന സമയത്ത് ഗുരുതരമായ ആരോപണങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉന്നയിച്ചിരുന്നു. KPCC ഓഫീസിലെ ചർച്ച കഴിയുമ്പോഴേക്കും ഓഫീസിലെ സെക്രട്ടറി ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് വെക്കുന്നതടക്കമുള്ള നാറിയ കഥകൾ അന്ന് ഉണ്ണിത്താൻ പറഞ്ഞു. അതേ രാജ്മോഹനെ തന്നെ പിന്നെ ഡിവൈഎഫ്ഐക്കാർ സദാചാര ഗുണ്ടായിസം കാട്ടി ഒരു സ്ത്രീയോടൊപ്പം മഞ്ചേരിയിൽ നിന്ന് പിടികൂടുന്നതും കേരളം കണ്ടു. ജനതാദൾ S നേതാവും MLAയുമായിരുന്ന ജോസ് തെറ്റയിലിനെതിരെയും ലൈംഗികാരോപണം ഉന്നയിക്കപ്പെട്ടു. തെറ്റയിലിന്റെ ഒരു വീഡിയോ പുറത്തു വരികയായിരുന്നു. പിന്നീട് ആ സ്ത്രീ തന്നെ ഇതിൽ കോൺഗ്രസിലെ ചില നേതാക്കൾ തന്നെ കുടുക്കിയതാണ് എന്ന് ആരോപിച്ചു. ജോസ് തെറ്റയിലിനെതിരെ സ്ത്രീ നൽകിയ കേസും കോടതി തള്ളി. ഫേക്ക് കേസാണ് എന്ന് പൊതുസമൂഹത്തിന് കൃത്യമായി മനസ്സിലായ ഏക കേസും ഇതായിരുന്നു.